ഞാനേ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്നോട് ചോദിക്കുന്നതാണ്, നീ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തേന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ എല്ലാ ഡേയ്സും ഏകദേശം ഒരുപോലെയാണെന്നാണ്. അതായത് വർക്കുള്ള ദിവസമാണെങ്കിലും ഓഫുള്ള ദിവസമാണെങ്കിലും എല്ലാം ഒരേ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നാറില്ല. എൻ്റെ ഓഫുള്ള ദിവസത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ചില ദിവസം ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് പോലും എണീക്കാറില്ല, അവിടെ അങ്ങോട്ട് അടങ്ങി കുത്തിയിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണികൾ എനിക്കിന്നുണ്ട്. പണ്ടൊക്കെ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാനും എന്റെ അനിയനും കൂടിയിട്ട് വീട് 4 ആക്കി ഇട്ടിട്ടുണ്ടാവും. കേറി വരുമ്പോ തന്നെ അമ്മയുടെ വായിലിരിക്കുന്നത് എനിക്ക് അവനും കിട്ടാറുണ്ട്. വീട് വൃത്തികേടാക്കി കൊളാക്കി ഇട്ടേക്കുന്നതായിരുന്നു എന്നത്തെയും അമ്മയുടെ വിഷയം. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഈ അമ്മ എന്തിനെ വരുമ്പിക്കും കിടന്ന് തുള്ളണേ, ഇവിടെ ആരെങ്കിലും വന്ന് മാർക്കിടായിരിക്കണ്ടോ എന്നാണ്. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞ് കാലം ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഇതിന്റെയൊക്കെ ഡെപ്ത് എത്രത്തോളാന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട്. എനിക്ക് റൂം വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചെയ്യാനുള്ളൊരു ത്വര നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. അങ്ങനെ എന്റെ ലൈഫിൽ ലേറ്റ്ലി ഞാൻ റിയലൈസ് ചെയ്ത കാര്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരെണ്ണം കൂടിയായി. ഇപ്പൊ നമ്മുടെ റൂമിലെ കലാപരിപാടികൾ നമ്മൾ ഏകദേശം ഒന്ന് ഒതുക്കിയുണ്ട്. ഇനിയാണ് നമ്മുടെ കിച്ചണിലെ കലാപരിപാടികൾ. പണ്ടത്തെ നമ്മുടെ ഉർവശിയുടെ സിനിമയിലെ ഒരു ഡയലോഗില്ലേ, ഞാനാണെങ്കിൽ വീട് വിട്ടിറങ്ങിയ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പ്രശ്നമില്ല, വീട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്, അങ്ങനെ ഏതാണ്ട് അതുപോലെയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ജീവിതം. റൂം കിച്ചൺ റൂം കഴിഞ്ഞു. എനിക്ക് ലിവിങ്, ഡൈനിങ്, ബാൽക്കണി ഒക്കെ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണതും എൻ്റെ റൂമിൻ്റെ ഉള്ളിലാണ്. കുക്കിംഗ് കഴിഞ്ഞ ഒരു കുളി എനിക്ക് നിർബന്ധം. ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ നിർത്താണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഇത്ര നേരം. അല്ലാട്ടാ, ഇതിന്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് നേരം വൈകിയേ സൂര്യൻ എത്തുള്ളൂ. പക്ഷെ നേരത്തെയും കാലത്തെയും ആശാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഡേ ടൈം കുറവായതുകൊണ്ട് ഒരു ഡാർക്ക് സീനാണ് മൊത്തത്തില്. അപ്പൊ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടൊക്കെ ഇരുന്നാൽ അത് നമ്മളെ മെന്റലി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്, വെറുതെ ഒന്നല്ല പണ്ടുള്ളവർ പറയണേ. എല്ലാ ദിവസവും നമ്മളിങ്ങനെ പഠിച്ചോണ്ടിരിക്കല്ലേ. ഇനി നമ്മുടെ ഫുഡ് അടിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം ഏകദേശം വൈൻഡപ്പായി. പിന്നെ മുകളിൽ ഒരു ചെറി വെക്കണ പോലെ ഒരു വീഡിയോയും കൂടി എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എന്റെ കസിൻസിന് സമർപ്പിക്കുന്നു. അപ്പൊ ശുഭരാത്രി, ശുഭനിദ്ര.